രണ്ടു ദിവസമായിട്ട് നമ്മൾ മൊത്തം കാണുന്നൊരു ഫേസ്ബുക്ക് തുറന്നാൽ തന്നെ കാണാൻ പറ്റുന്ന രേണുസുതി ഐ സിയുലാണ്. രേണുസുതി അത്യാസന്ന നിലയിൽ ഐ സിയുലാണ്. കൗണ്ട് തീരെ കുറഞ്ഞു ഐ സിയുലാണെന്നുള്ള രീതിയിലേക്ക് പ്രചരിക്കുന്നുണ്ട്. കുറേ കഥകളും വാർത്തകളും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിരുന്നു, അവർ തന്നെ വന്ന് പറഞ്ഞായിരുന്നു അവർക്ക് ക്യാൻസറാണ്, അവർ കീമോതെറാപ്പിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവാണെന്ന്. പക്ഷേ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ മൊത്തം പ്രചരിക്കുന്ന അവർക്ക് സീരിയസ് ആയിട്ട് ഐ സിയുലാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അതിനെ വെച്ചിട്ട് നമ്മൾ കുറേ കളിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവരറിഞ്ഞിട്ടാണോ അറിയാതെ ചെയ്യുന്നതാണെന്ന് നമുക്കറിയില്ല. കാരണം അത് വെച്ച് കളിക്കാതിരിക്കുക. പിന്നെ രേണുസുതിയെ കണക്കത്തെ ഒരു സെലിബ്രിറ്റിക്ക് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു കോളേജിലൊന്നും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊന്നും പോയിട്ട് ഇത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ വളരെ സേഫ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ മാരകമായിട്ട് അസുഖമാണ്. പക്ഷേ പൈസ ഉണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ക്യാൻസറിനെ സർവൈവ് ചെയ്യുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത്. ഞങ്ങൾ സ്ഥിരം ഞാൻ കാണുന്നതാണ് ക്യാൻസർ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ട്രീറ്റ് ചെയ്യാൻ ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാനത് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനെ വെച്ചിട്ട് പരിഹസിക്കാതിരിക്കുക. കാരണം ആ അസുഖത്തിനെ പരിഹസിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആര് ചെയ്താലും, രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ചെയ്താലും, അല്ലെങ്കിൽ രേണുസുതിക്ക് വേണ്ടി ആരെങ്കിലും ചെയ്താലും, അല്ലെങ്കിൽ എന്ത് ചെയ്താലും അതിനെ വെച്ചിട്ട് കളിക്കാതിരിക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു അനുഭവം, ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം ഇത് ട്രീറ്റ് ചെയ്യാൻ പൈസ പോലും ഇല്ലാതെ, കാരണം ഗവൺമെൻറ്റിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു ഭാഗ്യത്തിന് നിങ്ങൾക്ക് ക്യാഷ് എങ്കിലും ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട്. പക്ഷേ ഇത് നിങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരെ കൂടി ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിലേക്ക് അതായത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇനിയും പ്രചരിപ്പിക്കാതെ നിങ്ങൾ തന്നെ സേഫ് ആയിട്ടിരിക്കുക, ആരോഗ്യകരമായിട്ട് നിങ്ങൾ ജീവിക്കുക.